കൂടപ്പുഴ ഫാസ് ഓഡിറ്റോറിയത്തിൽ 3.5 പതിറ്റാണ്ടിന് ശേഷം വീണ്ടും നാടകത്തിന് തിരശ്ശീല ഉയർന്നു. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയായ മുച്ചീട്ടുകളിക്കാരന്റെ മകൾക്കായി നാടകമാണ് അരങ്ങേറിയത്. ഒരു കാലത്ത് നാടകത്തിന്റെ ഈറ്റില്ലമായിരുന്ന ഫാസ് ഓഡിറ്റോറിയത്തിൽ 3.5 പതിറ്റാണ്ട് ശേഷമുള്ള നാടകം അരങ്ങേറ്റത്തിന് നാടകപ്രേമികളടക്കം നൂറുകണക്കിന് ആളുകൾ സാക്ഷ്യം വഹിച്ചു. 1980 കാലഘട്ടത്തിലായിരുന്നു ഫാസിന്റെ സുവർണകാലം. രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാർ, നാരായണത്തുഭ്രാന്തൻ തുടങ്ങി നിരവധി നാടകങ്ങളാണ് ഫാസിൽ നടന്നത്. തറയിലിരുന്ന് നാടകം കണ്ടാസ്വദിക്കാൻ അന്ന് വലിയൊരു നാടക ആസ്വാദക വിഭാഗവും ചാലക്കുടിയിലുണ്ടായിരുന്നു. തിലകൻ, ജോസ് പെല്ലിശ്ശേരി, NN പിള്ള, സായ് കുമാർ, റിസബാവ തുടങ്ങിയ പ്രമുഖരും ഇവിടെ അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചു. ഫൈൻ ആർട്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു നാടക നടത്തിപ്പ്. 1990കളോടെ നാടകം കാണാൻ എത്തുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ഇതോടെ നഷ്ടത്തിലായി. 1976 നവംബറിൽ ചലച്ചിത്ര നടൻ പ്രേം നസീറാണ് ഫൈൻ ആർട്ട് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിരപ്പള്ളി റോഡിൽ കേരള കാർഷിക സർവകലാശാല ഗവേഷണ കേന്ദ്രത്തിന് സമീപം 48 സെന്റ് സ്ഥലത്താണ് ഫാസിന്റെ ആസ്ഥാനം. നീണ്ട ഒരു കാലയളവിന് ശേഷം വീണ്ടും വേദി ഉയർന്നതോടെ നാടക ലഹരിയിലായിരിക്കുകയാണ് ഇപ്പോൾ ചാലക്കുടി.
വയോധികയായ മാതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മകൾക്കെതിരെ അതിരപ്പള്ളി പോലീസ് കേസെടുത്തു. അതിരപ്പള്ളി കണ്ണങ്കുഴി വെളുത്തായി ബീനയ്ക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടെ കണ്ണങ്കുഴി വെളുത്തായി പാറുക്കുട്ടിക്കാണ് വെട്ടേറ്റത്. തുടർന്ന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കൊടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. കോടാലി വെള്ളിക്കുളങ്ങര റോഡ് സഞ്ചാരയോഗ്യമാക്കുക, തെരുവുനായ് ശല്യത്തിന് പരിഹാരം കാണുക, ക്രിമിറ്റോറിയം തുറന്നുകൊടുക്കുക, പഞ്ചായത്തിലെ അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. രഞ്ജിത്ത് കൈപ്പിള്ളി, MO ബിജു, CH സാദത്ത്, സുരേന്ദ്രൻ ഞാറ്റുവെട്ടി, ശിവരാമൻ പോതിയിൽ, ലിൻഡോ പള്ളിപ്പറമ്പിൽ, K സൂരജ്, ഷൈനി ബാബു, ശാലിനി ജോയ്, പോൾ പുല്ലോക്കാരൻ, നൈജോ ആൻഡോ, ഷീല വിപിനചന്ദ്രൻ, സന്തോഷ് കൊള്ളിവളപ്പിൽ, ലിനോ മൈക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ച പാലത്തിന്റെ അനുബന്ധ റോഡ് ടാർ ചെയ്ത് നവീകരിക്കണമെന്ന ആവശ്യം ശക്തം. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തച്ചിടപ്പറമ്പിലേക്കുള്ള വഴിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പാലത്തിന്റെ അനുബന്ധ റോഡാണ് ടാർ ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത്. പറയംതൊടിലേക്കുള്ള കൈവഴിക്ക് കുറുകെ അപകടാവസ്ഥയിലായിരുന്ന ചെറുപാലം മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ചിരുന്നു. എന്നാൽ ഇതിനോട് ചേർന്നുള്ള റോഡ് കല്ലും കട്ടയുമായി കിടക്കുകയാണ്. ഇതിനെ തുടർന്ന് ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി മാറി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ളവരടക്കമുള്ള യാത്രക്കാർ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി. റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്.